ഇന്ന് നമുക്ക് 2016 റിലീസായ ലക്കി എന്ന ആക്ഷനും അഡ്വഞ്ചറും കുറെ കോമഡിയും കുറച്ച് ക്രൈമും കലർന്ന ഒരു അടിപൊളി കൊറിയൻ മൂവി കണ്ടാലോ. എല്ലാവരും പേടിക്കുന്ന ഒരു കില്ലർ ഒരു ദിവസം തലയിൽ പരിക്ക് പറ്റി പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതിനുശേഷം ഹീറോയുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കൊറിയൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മൂവിയുടെ തുടക്കത്തിൽ നല്ല മഴയത്ത് കാറിനുള്ളിൽ ഒരാൾ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ മൂവിയിലെ ഹീറോ ചോയ്. ആ മഴയത്ത് ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാളെ കണ്ടതും ചോയ് കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് ബോഡി വണ്ടിയുടെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകുന്നു. അടുത്തത് ജെ എന്ന ആളെയാണ് കാണിക്കുന്നത്. ഇവനാണ് ഈ മൂവിയിലെ അടുത്ത ഹീറോ. ജീവിതം അടുത്ത് തൂങ്ങിച്ചാവാൻ നിൽക്കുവാണ്. ആ ടൈമില് ആരോ ഡോർ കൊട്ടുന്നു. ആരെ നോക്കുമ്പോ അത് ഹൗസ് ഓണർ ആയിരിക്കും. വാടക ചോദിച്ച് അവനുമായി നല്ലോണം തല്ലുണ്ടാക്കും. എന്നിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോ ഭയങ്കര മോശമായിട്ടാണ് വീടിന്റെ അവസ്ഥ. എടാ, വാടകയെ തരുന്നില്ല, വീടെങ്കിലും ഒന്നും മര്യാദയ്ക്ക് വെച്ചൂടെ എന്ന് പറഞ്ഞ് ഹൗസ് ഓണർ അവിടെ നിന്നും പോകും. ജയ്ക്ക് ദേഷ്യം വന്ന് ജയ സൂസൈഡ് ക്യാൻസലാക്കും. അടുത്തത് ചോയ് കയ്യിലെ ബ്ലഡ് കഴുകാൻ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുവാണ്. ജെ അവിടെ ഉണ്ടാകും. ചോയുടെ വാച്ചൊക്കെ കണ്ട് അതിലേക്ക് നോക്കുവാണ് ജെ. കാരണം ലക്ഷറി വാച്ചൊക്കെ ആയിരിക്കും ചോയിന്റെ കയ്യില്. അങ്ങനെ എല്ലാവരും കുളിച്ചോണ്ടിരിക്കുമ്പോ ജെയുടെ സോപ്പ് കയ്യിൽ നിന്ന് സ്ലിപ്പാവും. എന്നിട്ട് അവിടെ എവിടെയൊക്കെ പോയി തട്ടി ലാസ്റ്റ് ചോയുടെ കാലിന്റെ ചോട്ടിലെത്തും. അതിൽ ചവിട്ടി ചോയ് അവിടെ തലയിടിച്ചു വീഴും. അപ്പോൾ ചോയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോക്കർ കീ ഉണ്ട്. അത് ജെയുടെ അടുത്ത് കിട്ടും. ഇത് ആരുടെ ആകുമെന്ന് അവൻ നോക്കുമ്പോൾ അവിടെ വീണ് കൊടുക്കുന്ന ചോയെ കാണും. ഇത് ആ പണക്കാരനല്ലേ എന്ന് ആലോചിച്ച് ജെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കർ കീ എക്സ്ചേഞ്ച് ചെയ്തു വെക്കും. പിന്നെ കുറച്ച് ടീം വന്ന് ചോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ജെ അവര് പോയ ശേഷം ആ ലോക്കർ തുറന്നു നോക്കുമ്പോൾ ചോയുടെ വാച്ച് കോട്ടും ഒക്കെ അതിനുള്ളിൽ ഉണ്ടാകും. ഇവൻ അതൊക്കെ ഇട്ട് മാസമായിട്ട് നടന്നു വരുമ്പോൾ അവന്റെ മുന്നിൽ ഹൗസ് ഓണറെ കാണും. അവരുടെ മുന്നിൽ അവൻ പോയിരിക്കുമ്പോൾ ആരാടെ ഇടയിൽ വന്നിരിക്കുന്നേ എന്ന മട്ടിൽ പുള്ളിക്കാരി നോക്കും. അത് ജെ ആയിരിക്കും. എന്താടാ, രാവിലെ കാണുമ്പോൾ പിച്ചക്കാരനെ പോലെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ നിനക്ക് പറ്റിയ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ വാടക കൊടുക്കുകയും 2 മാസത്തെ എക്സ്ട്രാ കൊടുത്ത് ഇനി 2 മാസം ആ വീടിന്റെ പരിസരത്ത് വന്നു പോകരുത് എന്ന് പറയും. ചോയുടെ ലക്ഷറി കാറൊക്കെ ഇവൻ എടുത്ത് ഓടിച്ചു പോകും. എന്നിട്ട് അവൻ ക്യാഷ് കൊടുക്കാനുള്ളവർക്കൊക്കെ ക്യാഷ് എടുത്തു കൊടുക്കുന്നു. ലാസ്റ്റ് എക്സ് ലവറിനെ കാണാൻ പോയി അവളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ടാകും. അതും കൊടുത്ത് ഇവൻ അവളെ വളയ്ക്കാൻ നോക്കുമ്പോൾ ആ പെണ്ണ് എനിക്ക് അടുത്ത മാസം കല്യാണമാണെന്ന് പറയും. അപ്പൊ അവനിക്ക് നല്ല സങ്കടാവും. അങ്ങനെ അവൻ കാറിൽ വന്നിരുന്നിട്ട് എത്ര ക്യാഷ് ഉണ്ടായിട്ടെന്താ, പോയ ജീവിതം തിരിച്ചു കിട്ടില്ല, അയാളുടെ ലൈഫ് നമ്മൾ തട്ടിയെടുക്കുന്നത് ശരിയല്ല, എല്ലാം തിരിച്ചു കൊടുക്കാം എന്ന് കരുതി ഹോസ്പിറ്റലിലേക്ക് പോകും. ആ സമയം ചോയ് ഇപ്പോഴും മയക്കത്തിലാണ്. ഇവൻ ചോയുടെ സാധനങ്ങൾ ഒരു ബാഗിലാക്കി അവിടെ വെക്കുന്നു. പെട്ടെന്ന് ചോയ് ഇവന്റെ കൈ കയറി പിടിക്കും. എന്റെ പേര് ജെ എന്നാണ് ഇവർ പറഞ്ഞത്, എനിക്കൊന്നും ഓർമ്മയില്ല, നിനക്കെന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കുമുള്ള ജെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോയ് അവനോട് നിന്റെ ബാഗ് എടുത്തിട്ട് പോ എന്ന് പറയും. അവനും പേടിച്ച് ആ ബാഗും കൊണ്ട് അവിടുന്ന് കണ്ടം വഴി ഓടും. തലയിൽ നല്ല പരിക്ക് പറ്റിയത് കൊണ്ട് ചോയ്ക്ക് പഴയ ഓർമ്മ പോയി, പേര് പോലും ഓർമ്മയില്ല. അങ്ങനെ ചോയ് ഡിസ്ചാർജ് ആകുന്നു. ബില്ല് കെട്ടാൻ പറയുമ്പോൾ പേഴ്സ് നോക്കും. അതിൽ1 രൂപ പോലും ഉണ്ടായില്ല കേട്ടോ. ആ സമയം അവിടേക്ക് ഒരു പെണ്ണ് വരും. ഇവളാണ് ചോയുടെ ഹീറോയിന്. എന്താ പോകുക, എല്ലാം ഓക്കെ ആയോ എന്നവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. ഞാനാ നിങ്ങളെ ഹോസ്പിറ്റലിലാക്കിയത് എന്നവൾ പറയും. അപ്പോൾ റിസപ്ഷനിസ്റ്റ് അവന്റെ ഓർമ്മയൊക്കെ പോയ കാര്യം അവളോട് പറയുന്നു. ചോയ് അപ്പോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, ഇതാണ് എൻ്റെ വീട്ട് അഡ്രസ്സ് എന്ന് തോന്നുന്നു, ബില്ല് അടയ്ക്കാൻ ക്യാഷ് ഇല്ല, അതൊന്ന് തരുവാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ക്യാഷ് തിരിച്ചു തരാം എന്ന് പറയും. അപ്പോൾ അവൾ അതൊക്കെ സെറ്റിലാക്കിയിട്ട് അവനെ ജെയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എത്ര വയസ്സായി എന്ന് ചോയിനോട് ചോദിക്കും. അവന്റെ കയ്യിലുള്ള പ്രൂഫ് നോക്കിയിട്ട് 32 വയസ്സായി എന്ന് ചോയും പറയും. അപ്പൊ അവളും അത്ര ആയിട്ടുള്ളൂ, കണ്ട നല്ല വയസ്സുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയും. സാരല്ല, ഇപ്പൊ കൂടുതൽ പേര് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. അടുത്തത് ജയെ കാണിക്കുന്നു. അവന് ഓർമ്മ വരുന്നത് വരെ ഇങ്ങനെ ജീവിക്കാം എന്ന് കരുതി എങ്ങോട്ടാ പോകണ്ടെന്ന് ആലോചിക്കുമ്പോൾ GPS വീടിന്റെ ലൊക്കേഷൻ സേവ് ആക്കിയിട്ടുണ്ടാകും. അവനും ആ വീട്ടിലേക്ക് എത്തുന്നു. അതൊരു വലിയ ഫ്ലാറ്റ് ആയിരിക്കും. അത് കണ്ട് കിളി പോയ അവസ്ഥയിലാണ് ജെ. അവിടെ ചോയ് ജെയുടെ വീട്ടിലെത്തും. വീട് കുപ്പത്തൊട്ടി പോലെയല്ല ഉണ്ടാവുക, എന്താ ഒരു വീടാണിത് എന്നവൾ ചോദിക്കും. അപ്പൊ ചോയ് അവിടെ നോക്കുമ്പോൾ മറ്റവൻ തൂങ്ങിച്ചാവാൻ നിന്നില്ലേ, ആ കയറ് കാണും. ജീവിതം അടുത്ത് ഞാൻ മരിക്കാൻ നിൽക്കാനെന്ന് തോന്നുന്നു എന്ന് അവളോട് പറയും. ആ സമയം അവൾക്ക് എമർജൻസി കോൾ വരും. ഇനി മരിക്കാൻ നിൽക്കണ്ട, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ പോകും. അവിടെ ജെ TV ഓണാക്കുമ്പോൾ ഒരു പെണ്ണിനെ അതിൽ കാണും. നോക്കുമ്പോൾ അതൊരു CCTV ക്യാമറ ആയിരിക്കും.
ചോയ് അവനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അടുത്ത വീട്ടിലൊക്കെ പോയി അന്വേഷിക്കും. അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കും. പിന്നെ അതുവഴി വന്ന ഒരുത്തനോട് നിനക്കെന്നെ അറിയോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ ഓരോന്ന് പറഞ്ഞ് അവനെ തല്ലാൻ വരും. ചോയ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് അവിടെ ഒരു ഫൈറ്റ് ചെയ്യുന്നത് കാണാം. പെട്ടെന്നാണ് ചോയ്ക്ക് ബോധം വരുന്നത്. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അയാൾ അടി വാങ്ങിയില്ലേ അവനോട് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ കണ്ടം വഴി ഓടും. ജെ അവിടെ അവന്റെ വീട് പോലെ ആ വീടും കുപ്പത്തൊട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ CCTV കാണുന്ന പെണ്ണില്ലേ, അവള് കുത്തിച്ചാവുന്നത് പോലെയും ചുറ്റിക തലക്കടിച്ച് ചാവുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ടാകും. ഇവൻ അതൊക്കെ കണ്ട് അന്തം വിട്ടു നിൽക്കുവാണ്. ചോയെ കാണാൻ ഹീറോയിൻ വരുമ്പോ അവൻ അവിടെ കുരയ്ക്കുന്നത് കാണാം. എന്താ കാണിക്കുന്നേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ, അല്ല ഇവിടുന്ന് സിഗരറ്റ് കിട്ടി, അത് വലിച്ചു നോക്കിയതാ, ഞാൻ വലിക്കുന്ന ആളല്ല തോന്നുന്നു, അതുപോലെ നല്ല വൃത്തിയുള്ള ആളാണ് എന്ന് പറയും. അപ്പോഴാണ് ഹീറോയിൻ ആ വീട് നോക്കുന്നേ. നേരത്തെ കണ്ട പോലെ നല്ലട്ടോ, നല്ല ക്ലീൻ ആയിരിക്കും, അതുപോലെ ഞാൻ കത്തിയിൽ എക്സ്പെർട്ട് ആണ് എന്ന് തോന്നുന്നു എന്ന് ചോയ് പറയും. അതൊക്കെ കേട്ട് ഹീറോയിൻ എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്തോന്ന് നിനക്ക് 32 വയസ്സോ എന്ന് ഹീറോയിന്റെ അമ്മ അവനോട് ചോദിക്കും. അമ്മ പറ്റിയ നല്ലൊരു പണി റെഡിയാക്കി കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയും. അയ്യോ എനിക്ക് ക്യാഷ് തരാനുണ്ട്, അവൻ്റെ നിന്ന് വാങ്ങാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് ഹീറോയിൻ പറയും. അപ്പോൾ ഹീറോയിന്റെ അമ്മ അറിയാത്ത ആളുകൾക്ക് ക്യാഷ് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞ് ചോദിച്ചു ചൂടാകും. പിന്നെ വേറെ വഴിയില്ലാതെ ജോലി റെഡിയാക്കി കൊടുക്കും. ജെ ഫുഡ് കഴിഞ്ഞല്ലോ, വേറെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവൻ എടുക്കുന്ന സാധനത്തിലൊക്കെ ക്യാഷ് എടുത്ത് വെച്ചിട്ടുള്ളത് കാണും. ആ ക്യാഷ് എടുത്ത് അവൻ ഫുഡ് ഓർഡറാക്കി കഴിക്കും. പിന്നെ ബിയർ കുടിക്കാൻ ഷെൽഫിൽ നിന്ന് ഒരു കുപ്പി എടുക്കുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ഡോർ ഓപ്പൺ ആകും. അതിനുള്ളിൽ ജെ പോയി നോക്കുമ്പോൾ CCTV ക്യാമറ, പോലീസ് ഡ്രസ്സ്, ID കാർഡ് തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ടാകും. അപ്പോൾ ജെ ഹീറോ ഒരു പോലീസ് ആണെന്ന് കരുതുന്നു. കൂടാതെ ജെ CCTV കണ്ട ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടാകുന്നതും കാണാം. അപ്പോൾ അവൻ കരുതും ഏതോ കേസിൽ ഇമ്പോർട്ടന്റ് ആളാ ഇവൾ എന്ന് തോന്നുന്നു. അയാൾക്ക് ഓർമ്മ പോയത് കൊണ്ട് ഞാൻ അവളെ സംരക്ഷിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ജെ അവളുടെ റൂം നമ്പർ കണ്ടുപിടിക്കുന്ന തിരക്കിലാവും. അവസാനം അവൾ ജെ ഉള്ള റൂമിന്റെ മുകളിലുള്ള റൂമിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണ് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കും. ഇവനാണെങ്കിലോ എന്തോ കാര്യമായിട്ട് കണ്ടുപിടിച്ച പോലെയുള്ള കാട്ടിക്കൂട്ടലാണ് അവിടെ ജോയി കത്തി കൊണ്ട് ഓരോ സ്കില്ല് കാട്ടി ഹോട്ടലിൽ പണിയെടുക്കുന്നത് കാണിക്കുന്നു. ഹീറോയിന്റെ കടയിൽ കച്ചവടം കൂടുന്നു. ഇതൊക്കെ കണ്ട് ഹീറോയിൻ താൻ സൂപ്പറാണ്, തന്നെ കുറിച്ച് പറയാൻ അമ്മയ്ക്കിപ്പോ സമയമുള്ളൂ എന്ന് പറയും. 25-ന് എന്തായാലും ശമ്പളം തരാം എന്ന് ഹീറോയിൻ പറയുമ്പോ ഈ തിങ്കളാഴ്ച അല്ലേ എന്ന് ജോയി പറയും. അപ്പൊ ഹീറോയിൻ അത് കഴിഞ്ഞ മാസം, ഈ മാസം വ്യാഴമാണ് 25-ാം തീയതി വരുന്നത് എന്ന് പറയും. അപ്പോൾ ജോയി എന്തോ ഓർമ്മ വന്ന പോലെ സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ ഹീറോയിൻ പോയ ശേഷം ജോയി കലണ്ടർ നോക്കുമ്പോൾ നാളെ ഒരു സ്ഥലത്ത് പോകണമെന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാകും. പിറ്റേ ദിവസം ഹീറോ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടിയിൽ ചോയെ കൊണ്ടുപോകും. എങ്ങോട്ടാ പോന്ന് ചോദിക്കുമ്പോൾ എപ്പോഴെങ്ങോട്ടാ പോവുക ആ സ്ഥലത്തേക്ക് തന്നെ എന്ന് പോണാളും പറയും. അവിടെ പോയി നോക്കുമ്പോൾ അതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാനാകും. അവിടെ അവനെ കിടത്തി ഒരാൾ മൂട്ടിക്കടിക്കുമ്പോൾ ജോയി ഓവറായി നിലവിളിക്കും. അപ്പോൾ ഡയറക്ടർ അവനെ അതിൽ നിന്നും മാറ്റി വേറെ റോള് കൊടുക്കും. അതും ജോയി കൊളാക്കും. പിന്നെ അതൊന്നും മാറ്റി ഒരു പോലീസ് നടക്കുന്ന റോള് കൊടുക്കുമ്പോൾ ഇവൻ ഡാൻസ് കളിക്കുന്ന പോലെ ആയിരിക്കും നടക്കുന്നത്. അടുത്തത് ട്രെയിനിൽ പോയി ഷൂട്ട് എടുക്കുമ്പോൾ ഇവൻ എന്തോ പോയ പോലെ അതിലേക്ക് നോക്കുന്നത് കാണാം. അങ്ങനെ അവർ ചോയെ ആട്ടിവിടും. അപ്പോൾ ഒരാൾ ഇവനെ സമാധാനിപ്പിക്കുന്നു. ഞാൻ നിനക്ക് അഭിനയിക്കാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആരാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ നിന്ന് പുറത്തു പോ എന്ന് ഡയറക്ടർ പറയും. അടുത്തത് ജെ. ഓനാണെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുക. പെട്ടെന്ന് മുന്നോട്ട് നടന്ന ആള് തിരിച്ചോടി വരും. അയ്യോ തല്ലാനാണെന്ന് തോന്നുന്നു പറഞ്ഞ് ജെ തിരിഞ്ഞോടും. ബാക്കിലേക്ക് നോക്കുമ്പോൾ അവളെ ഫോളോ ചെയ്ത് ഒരാൾ വരുന്നത് കാണിക്കുന്നു. ഓൾറെഡി ആ സീക്രട്ട് റൂമിൽ അയാളുടെ ഫോട്ടോ അവൻ കണ്ടിട്ടുണ്ടാകും. അത് കണ്ടതും അവളെ കൂട്ടി അവൻ ഓടും. എന്നിട്ട് കാർ പാർക്കിങ്ങിൽ പോയി ഒരു കാറിൽ ഒളിഞ്ഞിരിക്കും. പേടിക്കണ്ട, അവൻ നമ്മളെ കണ്ടുപിടിക്കില്ല എന്ന് പറയും. അതും പോരാനൊരു വളഞ്ഞ് ചിരി അവളെ നോക്കിയാണ്ട് ചിരിക്കും. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാണ്ട് ആ പെണ്ണ് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കും. ചോയ്ക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പേയ്മെന്റ് കൊടുക്കാൻ വിളിക്കുമ്പോൾ ചോയ് എന്ന് പേരുള്ള 2 പേര് വരും. അവന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന ആള് ഇവന് 60 വയസ്സൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ, പക്ഷെ ഇതില് 32 വയസ്സാണല്ലോ എന്ന മട്ടില് ചോയിനെ നോക്കിക്കൊണ്ടിരിക്കും. അതിലൊരു അഡ്രസ് ഉണ്ടാകും. ചോയ് ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയപ്പോഴാണ് ജെയുടെ പപ്പ അവനെ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അഭിനയിക്കാൻ പോകുവാണെന്ന് പറഞ്ഞിട്ടാകും ജെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവുക. അങ്ങനെ ഇതൊക്കെ കേട്ട ചോയ് ഇതാണ് തന്റെ പപ്പ എന്ന് കരുതി തന്നെ കുറിച്ചാണ് പറയുന്നത്, ഇനി വലിയൊരു നടനായിട്ട് വരും എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങും.
ചോയ് അങ്ങനെ ഹീറോയിന്റെ കടയിലേക്കാണ് വരുന്നത്. നീ എങ്ങോട്ടാ പോയി, കസ്റ്റമേഴ്സ് നിന്നെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഹീറോയിന്റെ അമ്മ പറയും. അപ്പൊ ജോയ്, എന്റെ ലൈഫ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, ഞാനൊരു ആക്ടറാണ്, വലിയൊരു നടനാകണം എനിക്ക് എന്ന് അവരോട് പറയും. ആ സമയം അവന്റെ മോന്ത കാണണം. അവിടെ ജെ മോണിറ്റർ നോക്കുമ്പോ ആ പെണ്ണ് വേറെ എങ്ങോട്ടോ പെട്ടിയെടുത്തു പോയിട്ട് ആരെയോ വെയിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ ആരും വരുന്നില്ല. അവിടെ ചോയ് നടനാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ്. ചോയെ കാണുമ്പോൾ നേരത്തെ അടി വാങ്ങിയില്ലേ, പുള്ളിക്കാരൻ കണ്ടം വഴിയോടും. ഇവൻ അഭിനയം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അവിടെ ജെ ആണെങ്കിലോ ഓൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ നോക്കി അവളുടെ പുറകെ നടക്കുവാണ്. അടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരാൾ വന്ന് ഫൈറ്റിന് ഒരാളെ വേണമെന്ന് പറയുമ്പോൾ ചോയി കൈപൊക്കും. അങ്ങനെ ഷൂട്ടിംഗ് നടക്കും. അതിൽ ഫൈറ്റ് സീനിൽ ഹീറോ അടിക്കേണ്ട ആളുകളൊക്കെ പോയിട്ട് ചോയി നല്ല അടി അടിക്കും. ഒരു വിധത്തിൽ ആ സീന് ഓക്കെ ആക്കും. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട്, ഡയറക്ടറിന് നിങ്ങളുടെ അഭിനയം നല്ല ഇഷ്ടായി, ഇനി മുതൽ നീയാണ് ഹീറോയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയും. CCTV പെണ്ണ് പിന്നെയും നൈറ്റ് പെട്ടിയെടുത്ത് വന്ന് ആരെയോ വെയിറ്റ് ചെയ്യുവാണ്. അത് ജെ കാണും. ആരും വരാത്തത് കൊണ്ട് അവൾ തിരിച്ചു പോകുമ്പോൾ ജെ അവളെ ഹെൽപ്പ് ചെയ്യാൻ ലഗേജ് ബാഗ് പിടിച്ചു വലിക്കും. അതിന്റെ പിടി ഓളുടെ കയ്യിലൂടെ പറഞ്ഞു വന്ന് അവൾ അവിടെ മറിഞ്ഞു വീഴും. ചോയിന്റെ അസിസ്റ്റന്റ് പോയിട്ട് ഇടങ്ങറ് പിടിച്ച ഒരു ഡയലോഗ് പറഞ്ഞു കൊടുക്കും. അഭിനയിക്കുന്ന സമയത്ത് ചോയ് ആ ഡയലോഗ് മറന്നു പോകും. ചോയ് മാസായി സ്വന്തമായിട്ട് കയ്യിൽ നിന്നൊരു ഡയലോഗ് എടുത്താണ്ട് പറയും. അത് കേട്ടതും ആ മൂവിയിലെ ഹീറോ കട്ട് എന്ന് പറയും. പക്ഷേ ഡയറക്ടർ നന്നായി ചെയ്തു, ഓക്കെ ആയി എന്ന് പറയും. അടുത്തതായി ചോയ്ക്ക് ഒരു ഫൈറ്റ് സീനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ചോയ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതൊക്കെ TV കണ്ട ആളുകളൊക്കെ ഇംപ്രസ് ആകുന്നുണ്ട്. അതുപോലെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഓട്ടോഗ്രാഫ് ചോദിക്കും. ഹീറോയിനൊന്നും വലിയ ഇഷ്ടമാവണില്ല. അവിടെ ജെ CCTV പെണ്ണിനോട് ചെയ്തതിനൊക്കെ സോറി ചോദിക്കുന്നു. സാരില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന നൂഡിൽസ് എടുത്ത് തിന്നും. അയ്യോ, അത് എന്റെ നൂഡിൽസ് ആണ് എന്ന് ജെ പറയും. അത് കേട്ടതും അവൾ ആകെ ചമ്മിപ്പോകും. അങ്ങനെ പതിയെ ഇവരുടെ ഇടയിൽ ഒരു പ്രണയം ഉണ്ടാകുന്നു. അവിടെ ചോയ്ക്ക് എല്ലാരും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ അതിലെ ഹീറോ അവരെ വിളിക്കുന്നു. അത് കേട്ടതും മേക്കപ്പ് പാതി നിർത്തിയിട്ട് എല്ലാരും അയാളുടെ അടുത്തേക്ക് പോകും. ഹീറോയിനും ചോയുടെ അടുത്തുണ്ടാകും. ഓള് ചോയോട് പിറുപിറുത്തുകൊണ്ട് മേക്കപ്പ് കംപ്ലീറ്റ് ആക്കി കൊടുക്കും. ആ സമയം ഡയറക്ടറിന് കോൾ വരുന്നു. സ്റ്റോറിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് പറയും. അത് ആ ഷൂട്ടിങ്ങിലെ ഹീറോയുടെ പണിയായിരിക്കും. അപ്പൊ ഡയറക്ടർ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നുണ്ട്. ഹീറോയുടെ റൈറ്റ് ഹാൻഡ് ആയ ചോയ്ക്ക് ഹീറോയുടെ വൈഫായിട്ട് റിലേഷൻ ഉള്ളത് പോലെയും അത് ഹീറോ കാണുന്നത് പോലെയും ആയിരിക്കും സീൻ മാറ്റിയിട്ടുണ്ടാവുക. ആ സീൻ ആർക്കും ഇഷ്ടാവുന്നില്ല. അവിടെ ജെ ഉള്ളവിടെ സീക്രട്ട് റൂമിലെ ഫോണിലേക്ക് ഒരു കോൾ വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ജെ കോൾ എടുക്കും. അപ്പോ കോൾ ചെയ്ത ആള്, എന്താ നിങ്ങൾ ഫോൺ എടുത്തത്, എപ്പോഴും വോയിസ് അല്ല അയക്കാറ് എന്ന് ചോദിക്കും. അത് കേട്ടതും ജെ ടെൻഷൻ ആകുന്നു. എന്നിട്ട് ചോയെ പോലെ, എന്താ ഫോൺ എടുത്ത കാര്യം പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അതൊന്നുമല്ല, പെട്ടെന്ന് കാര്യം തീർക്കാൻ ബോസ് പറയുന്നുണ്ട്, വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാഷ് തരാമെന്ന് പറയും. പിറ്റേ ദിവസം തന്നെ ജെ അവരെ കാണാൻ മാസ്ക് ഇട്ടിട്ട് പോകും. അവനെ കണ്ടതും എല്ലാരും പേടിച്ചു വരച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ആരും ചോയുടെ ഫേസ് കണ്ടിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ആള്, ഇവരെന്തിനാ കറുപ്പ് കണ്ണട വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോ വേറൊരുത്തൻ, അതൊന്നല്ല, അവരുടെ കണ്ണിൽ ആരെ കണ്ടാലും അപ്പ തട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ജെ അവന്റെ മാസ്ക് മാറ്റിയതും അവിടെ ഉണ്ടായിരുന്നവര് അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയിലാണ് മുന്നിലിരിക്കുക. ജെ അവരുടെ ഫോട്ടോ ചോയുടെ സീക്രട്ട് റൂമിൽ കണ്ടതായി ഓർക്കും. എപ്പോൾ അവളെ കൊല്ലുക, വേഗം വേണം എന്നവർ ജെയോട് പറയുമ്പോൾ ഇതൊക്കെ കാറിലുണ്ടായിരുന്ന അവരുടെ ബോസ് കേൾക്കുന്നുണ്ടാകും. അങ്ങനെ കുറച്ച് ക്യാഷ് എടുത്ത് അവർ ജെക്ക് കൊടുക്കും. ഓ, അവളെ കൊല്ലാൻ വേണ്ടിയാണോ ഇതൊക്കെ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴെ വീഴും. അത് കണ്ട് അവര് പേടിച്ചു പോകും. ജെ അപ്പോ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് പോകും. പിന്നെയും തിരിച്ചു വരും. എന്നിട്ട് അത് കണ്ടതും കൊട്ടേഷൻ തരാൻ വന്നവര് ഇവരെ തല്ലാൻ വരുവാണെന്ന് കരുതി പേടിച്ചിരിക്കും. ജെ അവര് കൊടുത്ത ക്യാഷ് എടുക്കാൻ മറന്നിട്ടുണ്ടാകും. അതെടുക്കുവാനായിരിക്കും പിന്നെ വന്നിട്ടുണ്ടാവുക. അവനെ കണ്ട് സംശയം തോന്നിയിട്ട് കാറിലിരിക്കുന്ന അവരുടെ ബോസ് ജെയുടെ പിന്നാലെ ഒരാളെ വിടുന്നു. ജെ ചോയുടെ വീട്ടിൽ പോയതും ചോയ് പോലീസ് അല്ല കില്ലർ ആണെന്ന് അറിഞ്ഞ് എന്താ ചെയ്യേണ്ടത് എന്നറിയാണ്ട് നിൽക്കുവാണ്. അവിടെ ചോയ് അഭിനയിക്കുന്ന ഫിലിമിൽ ലാസ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഡയറക്ടർ ചോയോട് സോറി ചോദിക്കും. എന്തിനാ നോക്കുമ്പോൾ സ്റ്റോറി മാറ്റിയില്ലേ, അതിൽ ഹീറോയുടെ വൈഫായിട്ട് അഫെയർ ഉള്ളത് കൊണ്ട് ചോയെ കൊല്ലുന്ന സീനായിരിക്കും. ആ കാര്യം പറഞ്ഞ് ഡയറക്ടർ അതിലെ ഹീറോയെ നോക്കുന്നുണ്ടാകും. കാരണം അവൻ കാരണമാണല്ലോ സീൻ മാറ്റിയത്. അങ്ങനെ ഷൂട്ടിംഗ് സമയമായി. അതിലെ ഹീറോ, നീ എന്നെ ചതിച്ചല്ലേ എന്നും പറഞ്ഞ് ചോയെ ശരിക്കും ചവിട്ടിക്കൂട്ടും. അത് കണ്ടതും ഡയറക്ടർ കട്ട് പറയും. അപ്പോഴേക്കും ചോയെ അവിടെയുള്ള ഒരു കുഴിയിലേക്ക് ഈ ഹീറോ ചവിട്ടിട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ഹീറോ
ആ കുഴിയിൽ നിന്നും മാസായി ഒരു വരവ് വരും. വരവ് കണ്ടപ്പോൾ നല്ലൊരു ഫൈറ്റ് ഉണ്ടാകും എന്നാ ഞാൻ കരുതിട്ടോ. പക്ഷെ അങ്ങനല്ല. ഓന് കുഴിയിൽ നിന്ന് വന്നിട്ട് ഷോട്ട് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുക. അടുത്തത് ഹീറോയിൻ ചോയുടെയും മുറിവിലെ മരുന്ന് തേക്കുന്നത് കാണിക്കുന്നു. ഓൾക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ചോയും അഭിനയിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ഹീറോയിന്റെ അടുത്ത് പറയും. മരുന്നൊക്കെ തേച്ച ശേഷം ഹീറോയിൻ പോകാൻ നിൽക്കുമ്പോ ചോയി തോള് വേദന ഉണ്ട്, ഒന്ന് അമർത്തി തരൂ എന്ന് ചോദിക്കും. ഓൾ അത് ചെയ്തു കൊടുക്കാൻ നിൽക്കുമ്പോൾ ഹീറോയിന് ഒരു കോൾ വരും. കോൾ എടുത്തതും എന്തോന്ന് ഇവൻ ഇപ്പോഴും മരിച്ചിട്ടില്ലേ എന്നാകും അവൾ ചോദിക്കുക. ടിവിയില് ചോയുടെ ക്യാരക്ടറിന് പിന്നെയും ജീവനുള്ളത് പോലെയാകും കാണിക്കുന്നത്. അത് കണ്ടതും അവന്റെ ഫാൻസിനൊക്കെ നല്ല സന്തോഷാവുന്നുണ്ട്. അത് ജയയും കാണുന്നുണ്ട്. ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സോഫയിൽ ഉണ്ടായിരുന്ന ഒരു ടെഡി ബിയറിനെ ഇട്ടടിക്കുവൻ. അതോടുകൂടി ചോയ നല്ല ഫേമസ് ആകുവാണ്. ജയ ചോയെ കൊല്ലാൻ തീരുമാനിച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത് ചോയ് കണ്ടുപിടിക്കും. എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? ഓട്ടോഗ്രാഫിനല്ലേ, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ജയക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കും. അവിടെ ഡയറക്ടർ നിന്നെ കൊല്ലാതെ നിർത്തിയത് കൊണ്ട് ഷോ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇനി നിന്നെ ഹീറോ ആക്കുക, നിനക്കൊരു റൈറ്റ് ഹാൻഡ് വേണല്ലോ എന്ന് പറയുമ്പോൾ അവന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടാകും. ചോയ് അവനെ സെലക്ട് ആക്കും. ഓനാണെങ്കിലോ അഭിനയിച്ചു കോളാക്കും. എന്തോന്നടേ ഒരു മയത്തിലൊക്കെ അഭിനയിക്കി എന്ന് ചോയ് പറയുമ്പോൾ അവൻ നന്നായിട്ട് അഭിനയിക്കും. ഷൂട്ടിങ്ങിലാണെന്ന കാര്യം മറന്നു പോകും. സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ചോയ് അവന്റെ അടുത്ത് പറയും. അവിടെ ജെ ചോയുടെ കാശ് കൊണ്ട് വേറൊരു ഫ്ലാറ്റ് നോക്കും. ജെ ആ CCTV പെണ്ണിനെ കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയായിരിക്കും. അടുത്തത് ചോയ്ക്ക് ഒരു റൊമാൻസ് സീനാകും അഭിനയിക്കാനുണ്ടാവുക. ഓനിക്കാണെങ്കിലോ റൊമാൻസ് അടുത്ത് കൂടെ പോകില്ല, തല്ലാൻ പോകുന്ന പോലെ ആയിരിക്കും ഓൻ അഭിനയിക്കുണ്ടാവുക. അതൊക്കെ കണ്ട് കൂടെ ഉണ്ടായിരുന്ന നടി പോലും ആകെ പേടിച്ചു പോവാണ്. ചോയുടെ റൊമാൻസ് കണ്ട് ഡയറക്ടർ കുറച്ച് ഫീലൊക്കെ വേണം എന്നൊക്കെ പറയും. ചോയ് എങ്ങനെയാ കിസ് ചെയ്യുന്നത്, റൊമാൻസ് എങ്ങനെയാ, എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ഹീറോയിന്റെ പോയി പറയും. അങ്ങനെ അവർ സ്ട്രീറ്റിലൂടെ നടന്നു പോകുവാണ്. നീ ലൈഫിൽ ആരെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടാകില്ലേ, സൈറ്റ് അടിച്ചിട്ടുണ്ടാകില്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്, നന്നായി റൊമാൻസ് അഭിനയിക്കാൻ പറ്റും എന്ന് ഹീറോയിൻ പറയും. അപ്പൊ ചോയും ഇല്ല, അങ്ങനെയുള്ളതൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു പെണ്ണുണ്ട്, അവൾ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോ എന്നെ നോക്കി ചിരിക്കും. എനിക്ക് എന്തെങ്കിലും ആയാൽ സങ്കടപ്പെടുകയും ചെയ്യും. അപ്പോഴൊക്കെ അവൾ നല്ല സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവളെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിന് എന്തോ പോലെ ആകും. എന്നാൽ നല്ല പ്രാക്ടീസ് എടുത്താൽ നന്നായി കിസ് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞ് ചോയെ കിസ് ചെയ്യും. അടുത്ത ദിവസം ഷൂട്ടിങ്ങില് ചോയ് നന്നായി റൊമാൻസ് ഇടുന്നു, കിസ് ചെയ്യുന്നു. അപ്പൊ അതില് ഹീറോയിൻ ഇവനെ വിടാണ്ട് കിസ് ചെയ്യും. ഡയറക്ടർ കട്ട് പറഞ്ഞാലൊന്നും അവര് നിർത്തില്ല. അവിടെ CCTV പെണ്ണ് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പിന്നെയും നടു റോഡിൽ ആരെയോ വെയിറ്റ് ചെയ്യുന്നു. ആ സമയം ജെ അവിടേക്ക് വന്നിട്ട് നീ ആരെയാ കാത്തു നിൽക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ വരില്ല, അഥവാ ഇനി വന്നാൽ പോലും നിന്റെ ലൈഫ് അപകടത്തിലായിരിക്കും എന്നവൻ പറയും. അതെങ്ങനെയാ നിനക്കറിയാ, നീ ആരാ ശരിക്കും എന്ന് CCTV പെണ്ണ് ചോദിക്കുമ്പോ അപ്പൊ ജെ ഒരു ഡ്രാമ കളിക്കും. എനിക്കൊക്കെ അറിയാം, ഞാനൊരു പോലീസാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. ഇതൊക്കെ ദൂരെ നിന്ന് ആ കൊട്ടേഷൻ കൊടുത്ത ടീം കാണുന്നുണ്ടാകും. എന്താ അയാൾ കാണിക്കുന്നേ, കൊല്ലാൻ പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണോ? ഇതൊന്നും ശരിയാവൂല, ആരെങ്കിലും വെച്ച് അവരെ രണ്ടാളെയും തീർക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തീർക്കും എന്ന് അവരുടെ ബോസ് പറയും. അപ്പൊ അവർ ഓരോരുത്തരും വേറെ വേറെ ആളുകളെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിലൊരാള് എല്ലാവരോടും പറയേ ആദ്യം ആരെ വരുന്നേ അവനെ നമുക്ക് ഫിക്സ് ആക്കാം എന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും ഈ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കും. നോക്കുമ്പോ എല്ലാ മെസ്സേജും ചോയ്ക്കാണ് പോകുന്നത്. ഹീറോയിൻ ചോയോട് ഇന്നലത്തെ കിസ്സിംഗ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോയും സൂപ്പർ ആയിരുന്നു എന്ന് പറയും. അപ്പൊ അവൾക്ക് ദേഷ്യം വന്നൊരു നോട്ടം നോക്കും. അപ്പൊ ചോയ് അവളെക്കാളും നീ തന്ന കിസ്സാണ് എനിക്ക് ഇഷ്ടമായതെന്ന് പറയും. എന്നിട്ട് ചോയ് നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കും. ഹീറോയിനും ആ പോവാലോ എന്ന് പറയും. അടുത്ത സീനിൽ ട്രിപ്പ് പോകുന്നതാണ് കാണിക്കുന്നത്. നോക്കുമ്പോ ഫാമിലി മൊത്തം ആ വണ്ടിയിലുണ്ടാകും. അപ്പൊ അവളും ഇതാണ് ഇവൻ പറഞ്ഞ ട്രിപ്പ്, ഇതൊന്നും ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കും. ചോയ് നന്നായി ട്രിപ്പ് ആസ്വദിക്കും. ഓൻക്ക് അതൊക്കെ നല്ല സന്തോഷം കൊടുക്കും. അങ്ങനെ അവര് തിരിച്ചു വരുമ്പോ എല്ലാരും വണ്ടിയിൽ ഉറക്കാവും. ആ സമയം FM-ൽ ഒരു സോങ് കേൾക്കും. കൂടാതെ അവിടെ നല്ല മഴയായിരിക്കും. മുന്നിലൂടെ ആളുകൾ ട്രോളി കൊണ്ടുപോകുന്നത് കാണാം. അതൊക്കെ കണ്ടതും മൂവിയിൽ തുടക്കത്തിൽ ഒരു കൊല നടന്നിട്ടുണ്ടാവില്ലേ മഴയത്ത്, അത് അവന് ഓർമ്മ വരും. മഴ, പാട്ട്, ട്രോളി ഇതൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ഉടനെ പഴയ കാര്യങ്ങൾ ചോയ്ക്ക് ഓർമ്മ വരുന്നു. ചോയ് പെട്ടെന്ന് ചോയുടെ ഫ്ലാറ്റിലേക്ക് വരുവാണ്. നോക്കുമ്പോ അവിടെ മൊത്തം വലിച്ചു വാരിട്ടിട്ടുണ്ടാകും. അങ്ങനെ സീക്രട്ട് റൂമിലേക്ക് വന്ന് നോക്കുമ്പോ ജെയും CCTV പെണ്ണിനെയും കൊല്ലാനുള്ള കൊട്ടേഷൻ അവന് വന്നിട്ടുണ്ടാകും. CCTV ചെക്ക് ചെയ്യുമ്പോൾ അവർ രണ്ടാളും അവിടുന്ന് പോകുന്നത് കാട്ടുന്നു.
ചോയ് അവനെ സൂക്ഷിച്ചു നോക്കുമ്പോ ആളെ പിടികിട്ടും. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന ചോയ് കാർ എടുത്തിട്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി ജയയെ അടിച്ചിട്ട് നിന്നോട് ഞാൻ പുറത്തു വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് CCTV പെണ്ണിനോട് ചോദിക്കും. അപ്പൊ അവളും ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കുറെ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല എന്ന് പറയും. കുറെ കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു, അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന് ആ പെണ്ണിനോട് പറയും. ആ തക്ക നോക്കി ജെ ചോയെ പിടിച്ച് ആ പെണ്ണിനോട് നീ വേഗം രക്ഷപ്പെടാൻ നോക്ക്, ഇവനൊരു കില്ലറാണ് എന്ന് പറയും. അപ്പൊ ചോയും എന്ത് കില്ലറോ, എല്ലാത്തിനും നീയാണ് കാരണം, മര്യാദയ്ക്ക് നീ ഈ സ്ഥലം വിട്ട് പോയിക്കോണം, പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. നിന്നെ കൊല്ലാൻ അവർ കുറെ ആളുകൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അവർ നിന്നെ കണ്ടാ തീർന്നു, നിന്നെ മാത്രമല്ല ഇവളെയും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ജെ ഇതെങ്ങനെയാ നിങ്ങൾക്കറിയുക എന്ന് ചോദിക്കും. അപ്പൊ ചോയ് നീ എന്റെ മുന്നിൽ അഭിനയിക്കാൻ നോക്കണ്ട എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവളെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത് എന്ന് ജെയും പറയും. അപ്പോ ചോയ് എന്നെ കുറിച്ച് നിനക്കെന്താ അറിയുക, ആരെങ്കിലും കൊട്ടേഷൻ തന്നാൽ അവരെ ഞാൻ കാണാൻ പോയി ഒരു ഡീൽ ഉണ്ടാക്കും, അവരെ കൊല്ലുന്ന പോലെ കാണിച്ച് കൊട്ടേഷൻ തന്നവരെ പറ്റിക്കും, എന്നിട്ട് അവരെ രക്ഷിക്കും. രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുക. അതുപോലെയാണ് ഇവളെയും കണ്ട് ഞാൻ ഡീൽ വെച്ചത്. കൊട്ടേഷൻ തന്നവരിൽ നിന്നും അവളെ സംരക്ഷിക്കാൻ ശരിക്കും മരിക്കുന്നത് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് എടുക്കാൻ പറഞ്ഞു. വ്യാഴാഴ്ച അവളെ കൊല്ലാൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അവൾ മരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ചോയ് CCTV പെണ്ണിനോട് നീ ഈ നാട് വിട്ട് പോകാൻ നോക്ക് എന്ന് പറയുമ്പോ അവളും ഇല്ല, ഞാൻ ഇവനെ വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന് പറയും. അപ്പൊ ജെ സാരല്ല നീ പോയിക്കോ, എനിക്ക് വേണ്ടി സങ്കടപ്പെടാൻ ഈ ലോകത്ത് ആരുമില്ല എന്നൊക്കെ സെന്റ് അടിക്കും. അപ്പൊ ചോയ് എന്ത് നിനക്ക് ആരില്ലെന്നോ, അപ്പൊ നിന്റെ ബാർബർ ഷോപ്പിലുള്ള പപ്പയോ, നീ എപ്പോഴെങ്കിലും നടനാകുമെന്ന് കരുതി ജീവിക്കുവാണ് അദ്ദേഹം, പക്ഷെ നീയോ പോയി ചാവട, ഒരു ഉപകാരമില്ലാണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്, എന്നെയും കൊണ്ട് നീ പറയിപ്പിക്കണ്ട എന്ന് ചോയ് പറയും. അപ്പോ ജെ കരയുന്നു. നിന്റെ ജീവിതം കുറച്ച് ദിവസം ഞാൻ ജീവിച്ചു, ചെറിയതാണെങ്കിലും ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു നിനക്കറിയോ, എന്റെ ജീവിതത്തിന് ഇപ്പോഴാണ് ഒരു അർത്ഥം ഉണ്ടായത്, എനിക്കെന്ന് പറയാൻ ഇപ്പൊ ഒരു പെണ്ണുണ്ട്, ഒരു ഫാമിലി ഉണ്ട്, ഇതിനൊക്കെ നീയാണ് കാരണം എന്ന് ചോയ് പറയും. അതൊക്കെ വിട്, നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ തന്ന ആളിനെ വിളിച്ച് നാളെ നൈറ്റ് 9 മണിക്ക് രണ്ടുപേരും 1 മില്യൺ എന്ന് പറഞ്ഞ് കോള് കട്ടാക്കും. എന്നിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കും. കില്ലർ ചോയ് എന്ന് പറഞ്ഞ് ഓൾറെഡി അവന് മുന്നിൽ ജെ ആണ് ഫേസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നീയാണ് കില്ലർ എന്ന് അവർ കരുതിയത്. അതുപോലെ കാര്യം നടക്കട്ടെ, നീ ഇവളെ കൊല്ലുന്ന പോലെ കാണിക്കണം, അത് എത്രത്തോളം റിയലായി അഭിനയിക്കുന്നുവോ അപ്പൊ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അന്ന് അവർ 3 പേരും എല്ലാ പ്ലാനും റെഡിയാക്കി ചോയ് ജെയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റുവാണ്. ആ സമയം ഹീറോയിൻ അങ്ങോട്ട് വരുന്നു. നീ എന്താ കാണിക്കുന്നേ, ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടിട്ട് നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോയിനോട് ചോദിക്കും. ഞാൻ അഭിനയം നിർത്താൻ പോകുവാണ്, അതുപോലെ എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു എന്ന് പറയും. അപ്പൊ ഹീറോയിൻ നല്ല ഹാപ്പി ആകുന്നു. അപ്പൊ ചോയ് എന്റെ ലൈഫ് നല്ല മോശമാണ്, നീ ഇത്രകാലം കണ്ട ആളല്ല ഞാൻ, നിന്റെ കൂടെ ഞാനുള്ളത് നിനക്ക് അപകടമാണ്, നിനക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, എനിക്കിപ്പോ പുറത്തു പോണം എന്ന് ഹീറോയിന്റെ അടുത്ത് പറയും. അപ്പോ ഹീറോയിൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ പോയാൽ ഷൂട്ടിംഗ് എന്താകും, നമ്മുടെ റിലേഷൻഷിപ്പ് അതൊക്കെയോ എന്ന് ചോദിക്കുമ്പോ ചോയ് എന്നോട് ക്ഷമിക്ക് എന്ന് പറയും. എന്ത് ക്ഷമിക്കണമെന്നോ, നിന്നെ ഞാൻ കാണുന്നതിന് മുന്നേ നീ എങ്ങനെയുള്ളവനാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഓർമ്മ വന്നപ്പോ നിനക്ക് ഞാൻ പറ്റാണ്ടായോ, പഴയതൊക്കെ മറന്ന് നമുക്ക് സന്തോഷമായി ജീവിക്കാം എന്ന് ഹീറോയിൻ പറയുമ്പോ ചോയ് അവളുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. അത് കണ്ട ഹീറോയിൻ ഓ അത്രത്തോളം ആയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി അവളുടെ ആംബുലൻസിൽ ഇരുന്ന് കരയുമായിരിക്കും. ആ സമയം ചോയ് ഒരു കാറിൽ പോകുന്നത് അവൾ കാണും. ഇവളും ചോയെ ഫോളോ ചെയ്തു പോകും. പ്ലാൻ ചെയ്ത പോലെ ഒരു സ്ഥലത്തിലേക്ക് കൊട്ടേഷൻ തന്ന ആളുകൾ വരും. അവരുടെ ബോസ് ആരും കാണാതെ മുകളിൽ ഒളിഞ്ഞു നിൽക്കും. ജെ അവർ പ്ലാൻ ചെയ്ത പോലെ CCTV പെണ്ണിനെ വലിച്ചു കൊണ്ടുവന്ന് നന്നായി കണ്ടോ, നിങ്ങൾ പ്രേമിച്ച പെണ്ണിനെ എങ്ങനെയാ കൊല്ലുക എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കത്തികൊണ്ട് അവളെ കുത്തും. അവൾ ചാകുന്ന പോലെ നല്ലൊരു അഭിനയം കാണിക്കും. അത് കണ്ട ബോസ് നല്ല ഹാപ്പി ആകുന്നു. അതും പോരാഞ്ഞ് ജെ അവളെ പിന്നെയും കുത്തുന്നു. ചോര വരുന്നത് കണ്ട് ആ ടീമൊക്കെ ആകെ പേടിക്കുവാണ്. ജെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവ് അങ്ങോട്ട് വലിച്ചെറിയും. എന്നിട്ട് ജെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മാത്രം വളർന്നു അല്ലേ എന്ന് അവരെ നോക്കി പറയുമ്പോ അവർ പിന്നെയും പേടിക്കും. ആ സമയം അങ്ങോട്ട് വന്ന ചോയി ആ പെൻഡ്രൈവ് എടുത്തു കൊടുക്കും. അപ്പോ ബോസ് ഇവനാരാ എന്ന് ചോദിക്കുമ്പോ ഇത് വേറൊരു കില്ലർ ആണെന്ന് പറയും. ചോയി ജെയെ പോയി അടിക്കുന്നു. ഇതൊക്കെ കണ്ട് അവർ നല്ലോണം പേടിക്കും. അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നു. ആ സമയമാണ് പ്ലാനിൽ ഇല്ലാത്ത ഒരാളുടെ എൻട്രി. ആരായിരിക്കും അത്? നമ്മുടെ ഹീറോയിൻ.
അവിടെ അവർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. ചോയ് ജയയെ കത്തി കൊണ്ട് കുത്തും. അത് കണ്ട ഹീറോയിൻ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോയിനോട് ചോദിക്കും. അവളെ കണ്ടതും ഒക്കെ കൊള്ളാമല്ലോ എന്ന മട്ടിൽ ചോയി അവളെ നോക്കുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള എല്ലാവരും അന്തം വിട്ട് അവളെ നോക്കുവാണ്. എല്ലാം കൊളമായല്ലോ എന്ന പേടിയിലാണ് ചോയി. ആരാ ഈ രാക്ഷസി, ആരാ ഇവളെ ഉള്ളിലേക്ക് വിട്ടത് എന്ന് ചോയി ചോദിക്കും. എന്താടാ നീ എന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോയുമായി തല്ലുണ്ടാക്കാൻ അവന്റെ അടുത്ത് ഹീറോയിൻ വരും. അയ്യോ എന്നോട് ക്ഷമിക്ക്, എല്ലാം ഞാൻ ക്ലിയറായി പിന്നെ പറയാ, കുറച്ചു നേരം ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തും. എന്നിട്ട് ജയയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ പിന്നെയും തല്ലുണ്ടാക്കാൻ പോകും. അയ്യോ നിന്റെ കാല് പിടിക്ക, ഒന്ന് ഒതുങ്ങി നിൽക്ക്, ഇവിടെ നിനക്ക് എന്താ വെച്ചാൽ ഞാൻ തരാം, കുറച്ചു നേരം ഒന്ന് മിണ്ടാണ്ട് നിൽക്ക് എന്ന് ചോയ് പറയും. അപ്പോഴും ഹീറോയിൻ ഒതുങ്ങി നിൽക്കുന്നില്ല. ചോയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ തട്ടിവിടും. വേറെ വഴിയില്ലാതെ ചോയ് ജെക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ ജെ കത്തിയെടുത്ത് ചോയെ കുത്തുന്നു. അവർ ഓൾറെഡി ഒരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അവിടെയാണ് ഇപ്പൊ രണ്ടാള് നിൽക്കുന്നത്. ആ സമയം CCTV പെണ്ണ് ഒരു കയറ് കട്ട് ചെയ്യും. മുകളിൽ നിന്ന് ഒരു കണ്ടെയ്നർ വന്ന് ഇവരുടെ മുകളിൽ വന്ന് വീഴും. അവിടെ ഉണ്ടായിരുന്ന കൊട്ടേഷൻ ടീമിലെ ബോസ് എല്ലാരും മരിച്ചോ പോയി നോക്ക് എന്ന് പറയും. അവർ നോക്കുമ്പോൾ CCTV പെണ്ണ് അവിടെ മരിച്ച പോലെ കിടക്കുന്നുണ്ടാകും. കണ്ടെയ്നറിൽ അടിയിൽ നിന്ന് ബ്ലഡ് വരും. ഇതൊക്കെ കണ്ട് അവരെ ആകെ പേടിച്ചു പോകുവാണ്. അങ്ങനെ എല്ലാരും അവിടെ നിന്ന് പോകും. കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള ഹീറോയിൻ നിനക്കെന്താ പറ്റിയത്, കത്തികൊണ്ട് കുത്തിയപ്പോ വല്ലതും പറ്റിയോ എന്ന് ചോയിനോട് ചോദിക്കും. എനിക്കൊന്നും പറ്റിയില്ല എന്ന് ചോയ് പറയും. അതിനുള്ളിൽ നിന്ന് അവരെല്ലാരും പുറത്തു വരും. ജെയും CCTV പെണ്ണും ഒന്നാകുന്നു. എന്നാൽ ഹീറോയിന് ദേഷ്യം വന്ന് അവിടെ നിന്നും പോകും. ചോയ് അവളുടെ പിന്നാലെ പോയി സംസാരിക്കുന്നു. എന്തിനാ നീ എന്റെ പിന്നാലെ വന്നത് എന്ന് ചോയ് അവളോട് ചോദിക്കും. ഇങ്ങനൊക്കെയാണോ ചോദിക്കുന്നത്? നീ ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാകുമെന്നാണ് നീ വിചാരിച്ചത്? ശരിക്കും നീ മരിച്ചുപോയി എന്നാ ഞാൻ കരുതിയത് എന്ന് ചോയോട് ഹീറോയിൻ പറയും. അപ്പൊ അവനും സോറി പെണ്ണെ, എന്നോട് ക്ഷമിക്കേ എന്ന് പറയും. അല്ല, നേരത്തെ നീ എന്നെ ഒഴിവാക്കിയത് കാര്യമായിട്ടാണോ, സത്യം പറയ് എന്ന് ഹീറോയിൻ പറയും. അപ്പൊ ചോയ് എങ്ങനെയാ പറയുക, സത്യം പറഞ്ഞ എനിക്ക് 45 വയസ്സാണ് എന്ന് പറയും. അപ്പൊ ഹീറോയിൻ ഷോക്കാകും. എന്തോന്ന്, അപ്പൊ നീ കിളവനാണല്ലേ, എന്റെ അങ്കിളിന് പോലും ഇത്ര വയസ്സില്ല എന്ന് അവള് പറയും. അപ്പൊ ചോയ് എന്റെ പേര് ജയ അല്ല ചോയാണ് എന്ന് പറയും. അപ്പൊ ഹീറോയിനും അത്രേ ഉള്ളൂ, ഇനി ഭാര്യ കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയോ? അങ്ങനെ ചോദിക്കുമ്പോ ചോയ് ഇല്ലില്ല, ഞാൻ എപ്പോഴും വെർജിനാണ് എന്ന് പറയും. ഉടനെ ഹീറോയിൻ വണ്ടി എടുത്ത് പോകും. എങ്ങോട്ടാ നോക്കുമ്പോ ഷൂട്ടിംഗ് നടക്കുന്ന അവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അവിടെ അഭിനയിക്കാൻ റെഡിയായി നിൽക്കുമ്പോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഹീറോയിനെ വിട്ടിട്ട് പോകുന്നതായിരിക്കും അവളുടെ സ്ക്രിപ്റ്റ്. പക്ഷെ ചോയ് അവളെ വിട്ടിട്ട് പോകാതെ അവളുടെ നേരെ തിരിഞ്ഞു നിന്ന് നീ എന്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കഴിഞ്ഞ കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നീ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അവളും ചിരിച്ചുകൊണ്ട് ശരിയെന്ന് പറയും. അങ്ങനെ ചോയുടെയും ഹീറോയിന്റെയും ഇടയിലുള്ള പ്രശ്നവും തീരുന്നു. ചോയ് നല്ലൊരു ആക്ടർ ആകുന്നു. അപ്പോൾ ഡയറക്ടർ ഒരു പുതിയ ആളുടെ കൂടെയാണ് ഇന്ന് നിങ്ങൾ അഭിനയിക്കുന്നത് എന്ന് പറയും. അതാരെന്ന് നോക്കുമ്പോൾ ജയ ആയിരിക്കും. ജയയെ കണ്ടതും ചോദിച്ചിരിക്കുന്നു. അപ്പൊ ജയ ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുവാണ് എന്ന് പറയും. ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. മൂവി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്.